യാഷ് നായകനായി എത്തുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റി മാർച്ച് 19-നാണ് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രം ജൂൺ 4-ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് റിലീസിംഗ് ഡേറ്റ് മാറ്റിയത്. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, എന്താണ് ഈ മിഡിൽ ഈസ്റ്റിന്റെ സാഹചര്യവും ഈ സിനിമ റിലീസിനെ എത്ര കണ്ട് സ്വാധീനിക്കുമെന്നതാണ് അണിയറ പ്രവർത്തകരുടെ വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്? സൈത്ത്, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ടോക്സിക്കിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ആരാധകരുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു തീരുമാനം ആവശ്യമുണ്ടായിരുന്നു. ടോക്സിക് എന്ന സിനിമയുടെ റിലീസ് മാറ്റിവെക്കണം. ഇങ്ങനൊരു സാഹചര്യത്തിൽ ചിത്രം റിലീസ് ചെയ്യരുതെന്ന ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാതാവായ KVN പ്രൊഡക്ഷൻസ് ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് മാർച്ച് 19-ൽ നിന്നും ജൂൺ 4-ലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ മാർച്ച് 19 റിലീസിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ഒന്നാമത് ഈദ് റിലീസായിട്ടായിരുന്നു എത്തേണ്ടിയിരുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സിനിമകൾ, ഒന്ന് ദുരന്തർ 2, ദുരന്തറിന്റെ 2ാം ഭാഗം റിലീസ് ചെയ്യേണ്ടിയിരുന്ന ദിവസം കൂടിയായിരുന്നു മാർച്ച് 19. അതിനൊപ്പമായിരുന്നു ടോക്സിക് എന്ന സിനിമയെ റിലീസ് ചെയ്തത്. ഒരു പാൻ ഇന്ത്യൻ ക്ലാഷ് പ്രതീക്ഷിച്ചിരുന്ന സിനിമ ആസ്വാദകർക്കും ക്രിട്ടിക്സിനും റിവ്യൂവേഴ്സിനും ആരാധകർക്കും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ടോക്സിക്കിന്റെ റിലീസ് ഡേറ്റ് മാറ്റുന്നതിലൂടെ കിട്ടുന്നത്. രണ്ടാമത്തെ സംശയം ഉണ്ടാകുന്നത്, സ്വാഭാവികമായിട്ടും ഈ A സർട്ടിഫൈഡ് സിനിമകൾക്ക് GCC കൺട്രീസിൽ ഒരു വിലക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഈ സിനിമയുടെ റിലീസ് ബാധിക്കുക എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. കാരണം ഈ ടോക്സിക് എന്ന ചിത്രത്തിന് A സർട്ടിഫിക്കേഷനാണ് കിട്ടുന്നത്. ഇതിനൊരു അഡൾട്ട് കണ്ടന്റ്, അവർ ക്യാപ്ഷൻ തന്നെ ഇട്ടേക്കുന്നത് ഇറ്റ്സ് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു അഡൾട്ട് കണ്ടന്റ് നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ടീസേഴ്സിലും ഒക്കെ തന്നെ ഇതിൻ്റെ ഒബ്സീൻ രംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഈ ചിത്രത്തിനുണ്ടായിരുന്ന വിമർശനങ്ങൾ ചെറുതൊന്നുമല്ല. കർണാടക കോടതിയിൽ വിമൻസ് കമ്മീഷൻ കൊടുത്ത കേസും കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് GCC കൺട്രീസിൽ റിലീസ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് ഈ സിനിമയെ ബാധിക്കുക എന്നൊരു ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ പോലും അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. എന്നാൽ പോലും ഈ സിനിമയുടെ റിലീസ് അവർ ഔദ്യോഗികമായി മാറ്റിവെക്കുന്നതോടുകൂടി ഒരു വലിയ പ്രശ്നം തിയേറ്റർ ഓണേഴ്സിന് ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ മാർച്ച് 19-ന് പറഞ്ഞതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട സിനിമകൾ, ഒന്ന് ദുരന്തർ 2, ഒന്ന് ടോക്സിക്, ഈ 2 സിനിമകളുടെ ക്ലാഷ് റിലീസ് വരുന്നതോടുകൂടി തന്നെ ഇന്ത്യൻ സിനിമ ബോക്സ് ഓഫീസിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയ കുതിപ്പ് ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഒരു വലിയ തകർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട റിലീസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട താരങ്ങളുടെ സിനിമകളൊന്നും തന്നെ തിയേറ്ററുകളിൽ എത്തിയിരുന്നില്ല. അപ്പോൾ ഒരു നല്ല ഡൗൺ 2026 തുടക്കം തൊട്ട് തന്നെ ഈ സിനിമാ മേഖലയിൽ, തിയേറ്റർ മേഖലയിൽ ഉണ്ട്. അപ്പോൾ അതിനൊന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് 2026 ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 2 സിനിമകളായിരുന്നു, ഒന്ന് ദുരന്തർ, ഒന്ന് ടോക്സിക്. കാരണം ജനനായകൻ എന്ന സിനിമ ജനുവരി 9-ന് ഇതേ പ്രൊഡക്ഷൻ കമ്പനിയായ KVN റിലീസ് ചെയ്യേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ആ സിനിമ റിലീസിനെത്താത്തതോടുകൂടി ഒരു വൈഡ് മാർക്കറ്റാണ് അപ്പോൾ തന്നെ ഇല്ലാണ്ടായത്. തിയേറ്റർ ഓണേഴ്സിന് ഒരു വലിയ നഷ്ടം അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതിന് കരകയറ്റാൻ പക്കം ഒരു സിനിമ വേറൊന്നും വന്നിട്ടില്ല. ഇതേ KVN പ്രൊഡക്ഷൻസിൻ്റെതാണ് ജനനായകൻ. KVN തന്നെയാണ് ടോക്സിക്കിൻ്റെ നിർമ്മാതാക്കൾ. അപ്പോൾ ജനനായകൻ്റെ റിലീസ് എന്താണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. സെൻസർ ബോർഡിന് എന്ന് ആ സിനിമ കാണുമെന്നതിനെ പറ്റിയും ഒരു തരത്തിലുമുള്ള വിശദീകരണമൊന്നും വന്നിട്ടുമില്ല. അതിനിടയിൽ ഇതേ നിർമ്മാണ കമ്പനിയുടെ ചിത്രമായ ടോക്സിക് ജൂൺ 4-ലേക്ക് മാറ്റുമ്പോഴേക്കും ഒരു സാമ്പത്തിക വലിയ നഷ്ടത്തിലേക്ക് ഈ പ്രൊഡക്ഷൻ കമ്പനി നീങ്ങുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ജനനായകന് മാത്രമായി 500 മുതൽ 550 കോടിയോളം ഈ ചിത്രം പ്രൊഡക്ഷൻ മുടക്കിയിട്ടുണ്ട്. ടോക്സിക്കിന് 480 മുതൽ 500 കോടി, ഏകദേശം ഒരു 1100 കോടിയാണ് ഈ 2 സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റിന് മാത്രമായിട്ട് ഈ പ്രൊഡക്ഷൻ കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത്. അതും ഒരു തിരിച്ചടിയാണ്. എന്തായാലും ദുരന്തർ 2 എന്ന ചിത്രത്തിന് ഒരു സോളോ റിലീസായിട്ട് മാർച്ച് 19-ന് എത്താൻ പോവുകയാണ് പാൻ ഇന്ത്യൻ തലത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഉയർന്നിരുന്നത് ദുരന്തറിന് വേണ്ടിയിട്ടുള്ള ആരാധകരുടെ കാത്തിരിപ്പ് ചെറുതൊന്നുമല്ല. ടോക്സിക് ആവട്ടെ ഒരു പുതിയ ചിത്രമാണ്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് യാഷിൻ്റെ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ദുരന്തറിനായിരുന്നു ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഉണ്ടാവാനുള്ള സാധ്യത. കാരണം അതിൻ്റെ പാർട്ട് 1 ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. ഏകദേശം 1450 കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും ദുരന്തർ സ്വന്തമാക്കിയത്. അപ്പോൾ ദുരന്തർ 2-ന് വേണ്ടിയിട്ടുള്ള തിയേറ്ററുകളുടെ എണ്ണം കൂടുതലായിരുന്നു. നേരെ മറിച്ച് ടോക്സിക് ആവട്ടെ അത്രയധികം തിയേറ്റേഴ്സ് കിട്ടിയിരുന്നുമില്ല. ഈ ക്ലാഷ് റിലീസ് KVN പ്രൊഡക്ഷൻസിനെ സാമ്പത്തികമായി ബാധിക്കുമോ എന്നൊരു ചോദ്യം കൂടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാരണം പ്രതീക്ഷിച്ചതുപോലെ ജനനായകൻ്റെ റിലീസ് അവർക്ക് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് കാരണമുണ്ടായ ലോസ് ചെറുതൊന്നുമല്ല. അപ്പോൾ അതിലേക്ക് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു സോളോ റിലീസ്, അതായത് വേറൊരു വലിയ പാൻ ഇന്ത്യൻ പടമൊന്നും ക്ലാഷ് ഇല്ലാതെ ഒറ്റയ്ക്ക് സിനിമ റിലീസ് ചെയ്യാമെന്ന് ഘട്ടവും കൂടി നിന്നുകൊണ്ടായിരിക്കാം ജൂൺ 4 ചിത്രം റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും ഗീതു മോഹൻദാസ് എന്ന സംവിധായിക യാഷിനെ വെച്ച് ചെയ്തിരുന്ന സിനിമ, ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഏകദേശം 3 വർഷത്തോളം ഈ സിനിമയുടെ ഫിലിമിങ്ങുമായി ബന്ധപ്പെട്ട്, ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ചില സീനുകൾ റീഷൂട്ട് ചെയ്തിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു. യാഷ് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലേക്ക് വന്നതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്തായാലും ഈ ചിത്രം വിവാദങ്ങൾക്ക് വീണ്ടും വഴി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടീസർ ബർത്ത്ഡേ സ്നീക്കായിട്ട് വന്നത് ഗീതു മോഹൻദാസിനെ വല്ലാതെ ഒരു പേഴ്സണലി എന്ന രീതിയിൽ പോലും നല്ല രീതിയിൽ ഹേർട്ടായി പോയിരുന്നു. ഗീതു മോഹൻദാസിന് ശക്തമായ
വിമർശനങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ ഇതിൻ്റെ ടീസറിൽ ഒബ്സീൻ രംഗങ്ങളുണ്ടെന്ന് പറഞ്ഞ് വിമൻസ് കമ്മീഷൻ കർണാടക കോടതിയിൽ പോയി കേസ് കൊടുത്തത് നമുക്കറിയാം. അങ്ങനെ ഇപ്പോഴിതാ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാരണം ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് വീണ്ടും മാറ്റി വയ്ക്കുമ്പോഴേക്കും അത് KVN പ്രൊഡക്ഷൻസിനും യാഷിനും ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല എന്നതും കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമേഷ്യൻ സാഹചര്യം സിനിമ റിലീസിങ്ങിനെ പോലും ബാധിക്കുന്നു. രാജ്യത്തെ ഒരു ബിഗ് ബജറ്റ് സിനിമയുടെ റിലീസിംഗ് ആണ് മാറ്റി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.